ഡൽഹി ചെങ്കോട്ട കാർ സ്ഫോടനം വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ശക്തമാക്കി. കാറിന്റെ മുൻ ഉടമ മുഹമ്മദ് സൽമാനെ അറസ്റ്റ് ചെയ്ത് രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി ചോദ്യം ചെയ്യൽ തുടരുന്നു. രാജ്യമെങ്ങും അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തുടർ യോഗങ്ങൾ വിളിച്ചു. രാത്രി വളരെ വൈകിയും അമിത്ഷാ ആശുപത്രിയിൽ പരിക്കേറ്റവരോടൊപ്പം ഉണ്ടായിരുന്നു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്ത് ട്രാഫിക് സിഗ്നൽ ലൈറ്റിന് മുന്നിലേക്ക് മെല്ലെ വന്ന കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കാറിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നുവെന്നും പുതിയ കാറാണെന്നും അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ സൂചന ലഭിച്ചു. ഇതേസമയം പാകിസ്ഥാനിലെ ഖൈർപൂർ തമേവാലിയിൽ ലഷ്കർ ചീഫ് സൈഫുള്ള സൈഫിൻ്റെതായി പുറത്തുവന്ന വീഡിയോ അന്വേഷണ ഏജൻസികൾ അതീവ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ മലിയിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇവർ ഏതു സംസ്ഥാനക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല. പഴയകാല ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഒരാഴ്ച മുൻപാണ് ധർമ്മേന്ദ്രയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ധർമ്മേന്ദ്രയുടെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. 60കളുടെ തുടക്കത്തിൽ സിനിമയിലെത്തിയ ധർമ്മേന്ദ്ര ഷോലെ, ധരംവീർ ചുപ്കെ ചുപ്കെ, ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായി. ദിൽ ഭി തേര ഹം ഭി തേരയായിരുന്നു ആദ്യ സിനിമ. നടി ഹേമമാലിനിയാണ് ധർമ്മേന്ദ്രയുടെ ഭാര്യ. ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, ഇഷ ഡിയോൾ എന്നിവരുൾപ്പെടെ 6 മക്കളുണ്ട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പ്രചരണത്തിന് തുടക്കമായി. മുന്നണികളും BJP സഖ്യവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലേക്കും സ്ഥാനാർത്ഥികളാകുന്നു. കോൺഗ്രസ് ഇന്നലെ 12 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇത്തവണ വനിതാ സംവരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ മുതിർന്നവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ഇത്തവണ ഇല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. ബൂത്തുകളിൽ ഇവർക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. മന്ത്രി വി ശിവൻകുട്ടി ന്യൂഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് ഉപഹാരം നൽകിയെങ്കിലും PM ശ്രീ മരവിപ്പിക്കുന്നു എന്ന കത്ത് നൽകിയില്ല. തീരുമാനം വാക്കാൽ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി പിന്നീട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം എടത്തറ കളഭം വീട്ടിൽ 39-കാരൻ CP വിഷ്ണു ബംഗളൂരുവിൽ മരണപ്പെട്ടതിൽ 2 യുവതികളുടെ പേരിൽ പോലീസ് കേസെടുത്തു. യുവതികളുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വിഷ്ണുവിൻ്റെ സഹോദരൻ ജിഷ്ണു ആരോപിച്ചു. രാഷ്ട്രീയക്കാരെ ഇരുത്തുന്ന ദേവസ്വം ബോർഡുകൾ വൻ പരാജയമെന്ന് ഹിന്ദു ഐക്യവേദി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 5 ദേവസ്വം ബോർഡുകളും തോൽവിയാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച സർക്കാരിനെതിരെയുള്ള കുറ്റപത്രമായിരിക്കും നാളെ നടക്കുന്ന ടെമ്പിൾ പാർലമെന്റെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. 1.5 കോടി വിലമതിക്കുന്ന മയക്കുമരുന്നും കഞ്ചാവുമായി 3 യുവാക്കൾ ആലപ്പുഴയിൽ അറസ്റ്റിലായി. മണ്ണഞ്ചേരി റിനാസ്, കോതമംഗലം PS അപ്പു, തൃശൂർ കളപ്പുരയ്ക്കൽ അനന്തു എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് പാറ്റൂരിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നന്ദാവനം സ്വദേശി മുനീറ ബീവി മരിച്ചു. സഹോദരന്റെ മകൻ സൽമാൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു.
മന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പണിമുടക്ക് തുടരുമെന്നറിയിച്ചു. തുള്ളുവതോ ഇളമൈ എന്ന തമിഴ് ചിത്രത്തിൽ നടൻ ധനുഷിനൊപ്പം ശ്രദ്ധേയനായ അഭിനയ് കിങ്ങർ അന്തരിച്ചു. 44 വയസ്സായിരുന്നു. പ്രശസ്ത നടിയും മലയാളിയുമായ TP രാധാമണിയുടെയും കനയ്യാലാലിൻ്റെയും മകനാണ് അഭിനയ്. സർവകലാശാലകളിൽ ഉൾപ്പെടെ 54 ഒഴിവുകളിലേക്കുള്ള പുതിയ വിജ്ഞാപനം PSC അംഗീകരിച്ചു. നവംബർ 28 ഗസറ്റിൽ വിശദവിവരം പ്രസിദ്ധീകരിക്കും. ഡിസംബർ 31 വരെ അപേക്ഷിക്കാം. ഡൽഹിയിലെ കാർ ബോംബ് സ്ഫോടനം ചാവേർ ആക്രമണമായിരുന്നു എന്ന സൂചന ശക്തമാകുന്നു. കാറിൻ്റെ ആദ്യ ഉടമ ദേവേന്ദ്രനിൽ നിന്ന് അമീറും പിന്നെ പുൽവാമ സ്വദേശി താരിഖും ഈ കാർ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 29-ന് ഇതേ വാഹനം ഉമർ മുഹമ്മദിന് കൈമാറി. ഇവരെല്ലാം കാശ്മീർ സ്വദേശികളാണെങ്കിലും ഡൽഹിയിലായിരുന്നു താമസം. കറുത്ത മാസ്ക് വച്ചയാൾ കാറുമായി ചെങ്കോട്ട പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. ചാന്ദിനി ചൗക്കിലെ തിരക്കിൽ കാർ ബോംബ് സ്ഫോടനം നടത്താനുള്ള പരിപാടിയായിരുന്നു. എന്നാൽ സിഗ്നൽ ലൈറ്റിൽ എത്തിയപ്പോൾ തന്നെ കാർ പൊട്ടിത്തെറിച്ചു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.